നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധമുഖത്ത് ഇസ്രായേൽ സൈന്യവുമായി പോരടിക്കുന്ന ഹമാസ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കടത്തുന്നതിനും മറ്റും ഉപയോഗിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തൽ. അടുത്തിടെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിടിയിലായ ഹമാസിൻ്റെ സെയ്ദുൻ ബറ്റാലിയൻ കമാൻഡർ മുസ്തഫയാണ് ഇസ്രായേൽ സൈന്യത്തോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സ്വന്തം ജീവൻ അപകടത്തിലാകാതിരിക്കാനാണ് കുട്ടികളെ ഏറെ അപകടം നിറഞ്ഞ ഇത്തരം പണികൾക്ക് നിയോഗിക്കുന്നതെന്നും മുസ്തഫ വെളിപ്പെടുത്തി. ഇതിനായി കുട്ടികളെ പ്രത്യേകമായി റിക്രൂട്ട് ചെയ്യുന്നുമുണ്ട്. ഈ മാസം 8-നാണ് മുസ്തഫയെ ഇസ്രായേൽ സൈന്യം പിടികൂടുന്നത്. സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനും കുട്ടികളെ ഉപയോഗിച്ചിരുന്നു. പരിശോധന കർശനമായതിനാൽ മുതിർന്നവർ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോവുക തീർത്തും അസാധ്യമായിരുന്നു. അതിനാലാണ് കുട്ടികളെ ഉപയോഗിച്ചിരുന്നത്. പച്ചക്കറികൾ നിറച്ച പ്ലാസ്റ്റിക് ബക്കറ്റുകളിൽ ഒളിപ്പിച്ചാണ് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കടത്തുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വീട്ടിലോ സ്ഥലത്തോ ഇത്തരം ബക്കറ്റുകൾ ഏൽപ്പിക്കാനാവും കുട്ടികളോട് ആവശ്യപ്പെടുക. കുട്ടികളെ വിശദമായി പരിശോധിക്കാത്തതിനാൽ ഇത്തരം കടത്ത് ഒട്ടുമുക്കാലും വിജയത്തിലെത്തുകയും ചെയ്യും. ഇസ്രായേൽ സൈന്യത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയാനും ഹമാസ് കുട്ടികളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പ്രത്യേക അടയാളം കാണിക്കാനോ കൊടി വീശി കാണിക്കാനോ ആവും ആവശ്യപ്പെടുക. ഇസ്രായേൽ സൈന്യത്തെ ചതിയിൽപ്പെടുത്താനും കുട്ടികളെ ഉപയോഗിച്ചിരുന്നു എന്നും മുസ്തഫ വെളിപ്പെടുത്തി. രക്ഷിക്കണേ എന്ന് അലറി വിളിച്ചോടുന്ന കുട്ടികളുടെ പിറകെ കാര്യമറിയാതെത്തുന്ന സൈനികരാണ് അപകടത്തിൽപ്പെടുന്നത്. ഇങ്ങനെ എത്തുന്ന ഇസ്രായേൽ സൈനികർ പിന്നെ ജീവനോടെ പുറം ലോകം കാണില്ലെന്നുറപ്പാണ്. ഇസ്രായേൽ സൈനികരെ കെണിയിൽപ്പെടുത്താനായി കളിപ്പാട്ട ബോംബുകളുമായി കുട്ടികളെ നിയോഗിക്കാറുണ്ട്. അപകടകരമായ പ്രവൃത്തികൾക്ക് കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും ഒരിക്കലും അവരെ തങ്ങളുടെ പോരാളികളായി അംഗീകരിക്കില്ല. 18 വയസ്സ് തികയുന്നതുവരെ ഒരു കുട്ടിയെയും ഹമാസിൻ്റെ ഔദ്യോഗിക പോരാളിയായി കണക്കാക്കാനാവില്ലെന്ന് മുസ്തഫ പറഞ്ഞു. അതിനാൽ തന്നെ ഹമാസ് പോരാളികൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യവും പരിഗണനയും കുട്ടികൾക്ക് ലഭിക്കില്ല.